ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ കെട്ടുന്നവരുടെ അന്നത്തെ രാവിലത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇട്ടത്. രാവിലെ തന്നെ ഏട്ടനും ഞാനും മക്കളും 3 പേരെയും കൂട്ടിയിട്ട് അമ്പലത്തിലേക്ക് വന്നട്ടോ. അപ്പോൾ അമ്പലം നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി കുറച്ച് പുണ്യമൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണം. കാരണം മക്കൾക്ക് എക്സാം ആയതുകൊണ്ട് നമുക്ക് കുറേ നേരം അമ്പലത്തിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ തിരിച്ചതാ വീട്ടിലേക്ക് എത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി സാമ്പാറാണ് ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ മക്കളെയൊക്കെ സ്കൂൾ വിട്ടതിന് ശേഷം അച്ഛനും ഏട്ടനും കൂടെ കിട്ടുന്നതിലേക്കുള്ള തേങ്ങയൊക്കെ റെഡിയാക്കണം കേട്ടോ. അങ്ങനെ ടി വിയിൽ ഇതാ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അവരവിടെ പണിയെടുക്കുന്നുണ്ട്. ഞാനിതാ ഉച്ചത്തേക്കുള്ള ഉപ്പേരിക്കുള്ള ഒക്കെ അരിയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ വെച്ചിട്ടാണ് കെട്ടുന്നറ. അങ്ങനെ എല്ലാവരും വരുന്നതിന് മുന്നേ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ വേഗം തീർക്കുകയാണ്. അതിന് ശേഷം നമ്മുടെ എല്ലാ ജോലികളും തീർന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. പിന്നെ ഒരു 3 മണിക്കാണ് നമ്മുടെ ഗുരുസ്വാമിയും കൂടെയുള്ള സ്വാമിമാരൊക്കെ എത്തുക എന്ന് പറഞ്ഞ്. അതിന് മുന്നേ തന്നെ നമ്മളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം സ്വാമിമാരെത്തി. അങ്ങനെ കെട്ടുനിറയ്ക്കുള്ള പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ ഒരുക്കാനുണ്ടോ. അപ്പോൾ അമ്പാടി ഇതാ നല്ല സന്തോഷത്തിലാണ്. അങ്ങനെ സ്വാമിമാരൊക്കെ വന്നു കഴിഞ്ഞ് കെട്ടുനിറയ്ക്കുള്ളതൊക്കെ റെഡിയാക്കി. അപ്പോൾ നമ്മളെല്ലാവരും ശരണം വിളിച്ചിട്ട് കെട്ടുനിറയ്ക്കാനുണ്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അച്ഛമ്മയും വന്നിട്ടുണ്ട്. തറവാട്ടിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ്റെയും മോൻ്റെയും ഏട്ടൻ്റെയൊക്കെ കെട്ട് നിറച്ചിട്ട് ഒരു സൈഡിൽ വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ സ്വാമിമാർക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ടോ. അപ്പോൾ ഉപ്പുമാവും പുഴുക്കൊക്കെ ആയിരുന്നു നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ സ്വാമിമാരൊക്കെ കൂടെ ചായ കുടിച്ചതിന് ശേഷം അവർ പോയി. പിന്നെ വൈകുന്നേരമാണ് കേട്ടോ ഇവർ തേങ്ങ ഉടച്ചിട്ട് അമ്പലത്തിലേക്ക് പോകുന്നത്. ഇവരെ കൂടെ പോകുന്ന സ്വാമിമാരുടെ കെട്ടുന്നവരൊക്കെ നാളെ രാവിലെ അമ്പലത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഒരു വഴിപാടെന്ന രീതിയിൽ വീട് പണി കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ കെട്ടുനിറ വീട്ടിൽ നിന്ന് ആക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ കെട്ടുനിറയ്ക്കുകയാണ്. പിന്നെ കെട്ടുനിറ കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഇവർ വിളക്ക് വെച്ച് സന്ധ്യ കഴിഞ്ഞതിന് ശേഷം തേങ്ങയൊക്കെ ഉടച്ചിട്ട് അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ അവരെ ബാഗ് പാക്ക് ചെയ്യുന്നതിൻ്റെ തിരക്കിൽ എനിക്ക് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ അത് അവരുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് 8 മണി ആയപ്പോൾ എല്ലാവരും ശരണം വിളിച്ച് കെട്ട് തലക്കി വെച്ചിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മുറ്റത്ത് അവർ 3 തവണ വലം വെച്ചിട്ട് തേങ്ങ ഉടച്ചിട്ട് അങ്ങനെ തിരിഞ്ഞ് നോക്കാതെ അവർ പോയി അമ്പലത്തിലേക്ക്. അപ്പോൾ നാളെ ബാക്കിയുള്ളവരുടെ കെട്ടുനിറ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഇവർ പുറപ്പെടുന്നത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.